അങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു പോക്ക് നാട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. പോക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിതല്ലെങ്കിലും എന്താണേലും പോവല്ലേ, അപ്പം ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാനെന്ത് ഈ കാണുന്ന ആളും ഉള്ളിലോട്ട് കയറി. ഞാൻ ഇയാളെ ഇവിടെ വെച്ചൊക്കെ പരിചയപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഫ്രണ്ട് തെണ്ടിക്ക് സിഗരറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിലോട്ട് പോവാണ് കേട്ടോ. ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ 4:55. ഞാൻ ഇന്നലെ രാത്രി ഒരു മണിക്ക് കിടന്നിറങ്ങിയത് ഒരു 2:30 ആയപ്പോഴത്തേക്ക് എണീക്കേണ്ട ആവശ്യം വന്നു. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ബിക്കോസ് ഞാൻ ആരോടും പറയാണ്ട് വന്നിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഉണ്ട് പറഞ്ഞു, സ്ഥലമൊന്നും കഴിഞ്ഞില്ല. ഞാൻ 2 ജാക്കറ്റ് ഇട്ടിരിക്കുന്നു. ഉള്ളിൽ വർക്കുണ്ട്, ഡ്രസ്സ് ഉണ്ട്. എന്നിട്ട് ഞാൻ 2 ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് കാരണം നല്ല വെയിറ്റ് ഭയങ്കര കൂടുതലായി പോയിരുന്നു. മോർണിംഗ് എണീറ്റുകൊണ്ടാണെന്നല്ല ഭയങ്കര മുഖമൊക്കെ ഭയങ്കര ചെറുത്തിരിക്കണം. കാരണം ഒട്ടും ഉറങ്ങിയിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ തീരെ ഉറങ്ങിയിട്ടില്ല. ആൻഡ് പിന്നെ എന്താ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഒക്കെ വന്നു. ഒറ്റ ദിവസം നമ്മൾ അല്ലെങ്കിൽ എവിടെയൊക്കെ പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ പിമ്പിൾസ് പണ്ടാരങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ഇത് കണ്ടോ, ഇത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ്. സുബുവിനെ കാണുമ്പോൾ എങ്ങനെ കെട്ടിപ്പിടിക്കണം എന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ ബാഗിന് ശരിക്കും 7 കിലോ പറ്റുള്ളൂ. അതിലൊക്കെ ഞാനാണെങ്കിൽ എൻ്റെ 7.9 ഉണ്ടായിരുന്നു, അതായത് 8 കിലോ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അവർ കെയർ ചെയ്തില്ല. കോഡ് ഞാൻ സീനാവും, ഞാൻ ഫൈൻ അടയ്ക്കണ ആവശ്യം വരും, ഇവിടെ എത്ര രൂപ ഫൈൻ പോലും അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അടിപൊളിയായിട്ട് തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ നമുക്കിവിടെ എല്ലാ സ്ഥലങ്ങളും എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. ബാങ്കിലേക്ക് കയറുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നതും അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. ആൻഡ് എന്തോ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ അങ്ങനെ ഉണ്ട്, നമുക്ക് അങ്ങനെ വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മഞ്ഞെന്ന് പറഞ്ഞ പുസ്തകം വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് ഇന്ത്യക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഈ കാണുന്ന ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറി. പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് കണ്ടുപിടിക്കാനായിരുന്നു. ഞാൻ ചോദിച്ച് മേടിച്ച സീറ്റാണ് 32F. അപ്പോൾ എനിക്ക് ഇന്ത്യക്ക് തരും, പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് തരത്തില്ല. വിൻഡോ സീറ്റ് കഴിഞ്ഞ തവണ ഇവിടെ വിൻഡോ സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എമൗണ്ട് പേ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല, കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സോനുവിനെയും കാണാം. ഓ മൈ ഗോഡ്, വീട്ടിലുള്ളവർക്ക് അറിയാം, പക്ഷെ ഞാൻ സോനുവിനും ഞാൻ എൻ്റെ കാര്യം ഒട്ടും അറിയത്തില്ല. പിന്നെ അമ്പലമ്മനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വീണ്ടും പുസ്തകം വായിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു. നേരത്തെ കാഴ്ചയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്കും മരുഭൂമി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ആടുജീവിതം മൂവീൻ്റെ കാര്യം. പിന്നെ കൊച്ചി എത്തിയപ്പോഴത്തേക്കും എനിക്കൊരു ആശ്വാസം തോന്നി, കാരണം നല്ല ബോറടിയായിരുന്നു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്. പിന്നെ എന്തേ വീണ്ടും നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് വീണ്ടും ഇമിഗ്രേഷൻ എത്തുന്നു. അപ്പോൾ അപ്പയുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് മദ്യം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കഴിഞ്ഞ് ബാഗൊക്കെ എടുത്തിട്ട് പിന്നെ പുറത്തോട്ട് പോവാം. ആക്ച്വലി ഗൈസ് ഞാനിവിടെ കൊച്ചിയിലെത്തി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയെന്ന് വെച്ചാൽ അവൾക്കൊരു ഡൗട്ട് ഉണ്ടോ എന്ന് ഡൗട്ട്. ഈ കാരണം സോറി അയ്യോ ഞാൻ ആരൊക്കെ പോയി ഇരിക്കുന്നു. ഇന്നലെ ചെമ്പം വിളിച്ചപ്പോൾ അവൾ അടുത്തുണ്ടായിരുന്നു. സോ മേ ബി അവൾ കറവുണ്ടോ എന്നൊരു ഡൗട്ട്. ഞാനിത് നോക്കാം. ആക്ച്വലി എൻ്റെ അപ്പയും അനിയത്തി അവിടെ നിന്ന് കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എവിടെ കാറിട്ട് എന്നുള്ള കാര്യം അപ്പം മറന്നുപോയി. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി അവിടെ നിന്ന് ഫോർ സുബുവിനെ കാണാൻ. ഇത് ചെമ്പനാണ്. ചെമ്പൻ ആക്ച്വലി സുബുവിൻ്റെ ബോയ് ഫ്രണ്ടാണ്. അപ്പോൾ സുബുവിനെ കാണാൻ വേണ്ടിയിട്ട് അവനാണ് എന്നെ രാവിലെ കൂട്ടാൻ വന്നത്. പാവം സുബുവിനെ കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സുബുവിനെ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ മോനുവിനെ കാണാം. അപ്പം ഞാൻ മെട്രോ നോക്കി നിൽക്കണം. അപ്പം നമുക്ക് കാണാം ഗൈസ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ആറ്റിറ്റ്യൂഡ് സിംഗമാണ്. കണ്ട് ഞങ്ങൾ ലുലുവിലൊക്കെ പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ച് നേരെ ബാംഗ്ലൂരിലേക്ക് അടുത്ത ആളെ സർപ്രൈസ് ചെയ്യാൻ. ആക്ച്വലി ഞാനിപ്പോൾ ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. എൻ്റെ എക്സൈറ്റഡാണ്. എന്നാൽ എനിക്ക് ഭയങ്കര ശോകം മൂടാണ്. ഒന്നാമത്തെ കാര്യം നല്ല തണുപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം എൻ്റെ ദൈവം ഈ ട്രെയിൻ പോണതുണ്ടല്ലോ എന്ത് മെല്ലെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ തന്നെ കണ്ടോ. ഇത്രയും സ്ലോ ആയിട്ട് പോണേ. ഇങ്ങനെ ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അവിടെ എത്തുമെന്ന് തോന്നുന്നു. അത്രയും ശോകമായിട്ട് ഈ ട്രെയിൻ പോണത്. എനിക്ക് ട്രെയിൻ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നത്, കാരണം അത്രയും സ്ലോ. എനിക്ക് തോന്നുന്നത് ഇതുണ്ടല്ലോ, ഈ ട്രെയിൻ ഇവിടെ ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എത്തേണ്ടതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം നോക്കട്ടെ, ഇപ്പോൾ സമയം 8:23. എന്നിട്ടും കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടില്ല. എന്ത് കഷ്ടമായിട്ട് നിർത്തി എപ്പോൾ എത്തേണ്ടതെന്നറിയാം. എനിക്ക് ഇഷ്ടമായില്ല. ഇതിനും പേര് ഞാനൊരു ഫ്ലൈറ്റ് എടുത്തിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ചെയ്യാനെന്ന് തോന്നുന്നു. പൈസയിൽ വർത്ത് ഇതാണ്. ബട്ട് ഇതെന്ത് ഭയങ്കര ശോകമായിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് അവിടെ പോകാം. അവിടെ പോയി കഴിഞ്ഞിട്ട് ഗോഡിനി അവിടെ നിന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയാം. മെട്രോ പിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഊബർ എന്തെങ്കിലും ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അവസാനം എത്തി ഗേൾസ്. ഞാൻ ആദ്യം വാലിലൊക്കെ മുട്ടിയപ്പോൾ ആൾ ഹൂസ് ദിസ് എന്നൊക്കെ ചോദിച്ചേ.
പിന്നെ വാതിൽ തുറന്നു കഴിഞ്ഞിട്ട് അതേ നിപ്പായിരുന്നു. ആൾ നല്ല ഞെട്ടിപ്പായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നീട് നൈറ്റ് വേറൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തു. അത് നല്ല രസമുള്ള റൂമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ യാത്ര എന്ന് പറയുന്നത് തഞ്ചാവൂരിക്കാണ്. അങ്ങനെ നേരെ തഞ്ചാവൂരിക്ക്. ഭയങ്കര അവിടെ ആരുമില്ല, ഭയങ്കര ഗ്രാമപ്രദേശമാണ്. ഞാൻ വിചാരിച്ചാൽ പുതിയ ബസ് സ്റ്റാൻഡ് നട്ട് പറയണേ, ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ സോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ തഞ്ചാവൂരാണുള്ളത്. ഈ സ്ഥലം കുറച്ച് സേഫാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ദിവസത്തേക്കായിരുന്നു ആദ്യം റൂം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ 2 ദിവസത്തേക്ക് ഇവിടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. ബിക്കോസ് ലൈക്ക് കുറച്ചും കൂടി സേഫാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള എല്ലാ സ്ഥലവും അങ്ങനെ സേഫാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ഒരു ഗ്രാമമാണ്. അപ്പോൾ ലൈക്ക് തൊട്ടപ്പുറം ബാറൊക്കെ ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾ കുറച്ച് സേഫ്റ്റി കുറവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ കുറേ ആൾക്കാർ എന്നെ പറയുകയും ചെയ്തിട്ടോ. പിന്നെ തഞ്ചാവൂരിലെ യാത്രയൊക്കെ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജീവ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, അമേസിംഗ് ആണ്. ഒരുപാട് കാര്യത്തിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തിരിച്ചു പോക്കാണ്. അങ്ങനെ തിരിച്ചു വന്നിടത്താണത് ഈ അമ്മ കോലം വരയ്ക്കുന്നതാണ്ട അവരുടെ കടയിൽ പോയിട്ട് ഞങ്ങൾ വട വയ്ക്കണത്. ഈ കടയിൽ നിന്നാണ് വട വെച്ച അടിപൊളി വടയായിരുന്നു. ഇവനാണ് ജീവ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. ഒറ്റ ട്രെയിനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത ബുക്ക് എന്ന് പറയുന്നത് മാസ്റ്ററുടെ അടുത്തേക്കാണ്. മാസ്റ്ററിനെ കാണാം. അങ്ങനെ മാസ്റ്ററിൻ്റെ വാതിലും മുട്ടി. അങ്ങനെ മാസ്റ്ററിനെയും കണ്ടു. അപ്പോൾ അവന് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിൻ്റെ ഇടയിലാണ് ഞാൻ ചെന്നത്. പിന്നെ അടുത്ത പൊക്കെന്ന് പറയുന്നത് മിങ്കുവിനെ കാണാനാണ്. മിങ്കു വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനും മാസ്റ്ററും കൂടി മിങ്കുവിനെ കാണാൻ പറഞ്ഞിട്ട് പോയി. അവൻ്റെ അടുത്ത് സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് പാപ്പിയാണോ വന്നേന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല രസമായിരുന്നു കാണും. അങ്ങനെ മിങ്കുവിനെയും കണ്ട് ഹാപ്പി. പിന്നെ ഞങ്ങൾക്കുള്ളത് ഫുഡ് കഴിക്കാൻ പോകാനായിരുന്നു. അങ്ങനെ മിങ്കുൻ്റെ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ തൊട്ടടുത്തിരിക്കുന്ന മിങ്കുൻ്റെ കുട്ടിയാണ്. അത് ഇതാണ് കിച്ചൺ. അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ടതാ. ഞാൻ പിന്നെ എല്ലാവരും പെട്ടെന്ന് പരിചയപ്പെടുമല്ലോ. അങ്ങനെ നേരെ ചെന്നു പാങ്കുശ്ശ നാണൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ. ഇനി അടുത്ത പോക്ക് ഇവനെ കാണാനാണ്. ഇതാണ് എൻ്റെ സോനു. അവനെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം എവിടേക്കൊക്കെയോ പോയി. അങ്ങനെ കുറേ നേരം നടന്നു. പിന്നെ എന്താ നിയമസഭയിൽ പോയി. അവിടെ ബുക്ക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തീയൊക്കെ കാണാൻ പോയി. അതിൻ്റെ ഞാൻ നേരെ പോയത് എറണാകുളത്തേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ എടുത്തേണ്ട സിഗരറ്റ് കൊടുക്കാനുള്ള അവനെ കാണാനായിട്ട്. അങ്ങനെ അവനെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ കുറേ സ്പെൻഡൊക്കെ ചെയ്തു. കലൂരിൽ സ്റ്റേഡിയത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.